ലിൻഡോ തുടക്കത്തിൽ നല്ലൊരു സ്പോർട്സ് താരം കൂടിയായിരുന്നു. ഈ രാഷ്ട്രീയ പ്രവർത്തകനായിരിക്കുമ്പോൾ തന്നെ നല്ലൊരു സ്പോർട്സ് താരമായിരുന്നു. മലയോരത്തിൻ്റെ എല്ലാ രീതിയിലും വളർന്നു വന്ന അവിടുത്തെ എല്ലാ സാധ്യതകളെയും ഉപയോഗപ്പെടുത്തിയ ഒരു ചെറുപ്പക്കാരനായിരുന്നു. SFIയിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ മികച്ചൊരു കായിക താരമായി വളർന്നു വരുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തന്നെ വളരെ ശ്രദ്ധേയമായൊരു സംഭവം ഉണ്ടാകുന്ന. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2019 ഒരു പ്രളയകാലത്ത് അന്ന് നമുക്കറിയാം എല്ലാ നാട് മൊത്തം നിശ്ചലമാകുന്നു. ജനസംഘടനകളൊക്കെ രക്ഷാപ്രവർത്തകരായി രംഗത്തിറങ്ങിയ ഒരു സമയത്ത് ഒരു രോഗിയുമായി ആംബുലൻസിൽ, അതിൽ പള്ളിയുടെ ഒരു ആംബുലൻസ് ഡ്രൈവറായിരുന്നു ലിൻഡോ. അത് ആ കുടുംബം ആവശ്യപ്പെട്ടതനുസരിച്ച് അവരുമായി ആശുപത്രിയിലേക്ക് പോകുമ്പോൾ സംഭവിച്ച ഒരു അപകടമാണ് നേരത്തെ റോഷ്നി പറഞ്ഞതുപോലെ പോസിറ്റീവായി കണ്ടുകൊണ്ട് അങ്ങനെ വീട്ടിലിരിക്കാതെ അദ്ദേഹം പിന്നീട് ആ സ്വാധീനക്കുറവുള്ള കാലം വെച്ചാണ് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. കൂടരഞ്ഞി പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് അദ്ദേഹം തിരുവമ്പാടിയിൽ മാസങ്ങൾക്ക് ശേഷം തന്നെ മത്സരിക്കുന്നത്, അവിടെ വിജയിക്കുന്നത്. അന്ന് അദ്ദേഹത്തിന് എല്ലാ വീടുകളിലും കയറി പ്രചാരണം നടത്താൻ ഒന്നും കഴിഞ്ഞിട്ടില്ല. പിന്നീട് ഈ സ്വാധീനക്കുറവിൻ്റെ പേരിൽ തന്നെ അദ്ദേഹം വലിയ രീതിയിൽ പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്. ഈ അടുത്ത് പോലും അദ്ദേഹത്തിൻ്റെ സ്വാധീനക്കുറവിനെ പരിഹസിക്കുന്ന പോസ്റ്റുകൾ വന്നിട്ടുണ്ട്. അത് അധിക്ഷേപമായി കണ്ട് കേരളം ഒന്നടങ്കം അതിനെതിരെ പ്രതിഷേധിക്കുന്നുണ്ട്. അന്ന് പോലീസ് കേസെടുക്കുമ്പോൾ ആ പോലീസ് സ്റ്റേഷനിൽ പോയി അധിക്ഷേപിച്ച ആളോട് ക്ഷമിച്ച് അദ്ദേഹത്തോടൊപ്പം ചായ കുടിച്ച് പിരിഞ്ഞ ഒരു ലിൻഡോ ജോസഫിനെയാണ് നമ്മൾ കാണുന്നത്.